ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ആദ്യം പ്രോബ്ലം വായിക്കുക, എന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് 1 മിനിറ്റ് കൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം ഈ വീഡിയോ കാണുക. മനസ്സിലായല്ലോ? നിങ്ങൾ ട്രൈ ചെയ്യുക പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ പുതിയ ഐഡിയാസ് കിട്ടും, അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിക്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ഹോളോ മെറ്റൽ സ്ഫിയർ ആണ്. ആ സ്ഫിയറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. കൂടാതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 80 വോൾട്ട് ആണ്. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ് എന്നാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റൽ സ്ഫിയർ ആണെങ്കിലും ശരി, അതായത് ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിലും ശരി, ഒരു ഹോളോ മെറ്റാലിക് സ്ഫിയർ ആണെങ്കിലും ശരി, ഓക്കെ, അതിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും ശരി, പൊട്ടൻഷ്യൽ എത്രയാണ്? സർഫസിലുള്ള പൊട്ടൻഷ്യൽ തുല്യമാണ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. ഓക്കെ, അത് എത്രയാണ് തന്നിട്ടുണ്ട്? 80 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. സോ അവർ ആൻസർ ഈസ് വാട്ട്? 80 വോൾട്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ പ്രധാനമായി പഠിച്ചു വെക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് എന്ന് ചോദിക്കാം. സോ ദ ഇക്വേഷൻ ഈസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R എന്നാണ്. ഇവിടെ Q എന്ന് പറയുന്നത് ഈ സ്പിയറിന് കൊടുത്തിരിക്കുന്നത്, അതായത് ഈ കണ്ടക്ടിങ് സ്പിയറിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്പെറിക്കൽ ഷെല്ലിന് കൊടുത്തിരിക്കുന്ന ചാർജ് ആണ്. R എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിൽ നിന്ന് ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ദൂരമാണ്. മനസ്സിലായില്ലേ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇതാണ്, 1/4πε0 Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R എന്നാണ് ഇക്വേഷൻ, വേർ ക്യാപിറ്റൽ R ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ഷെൽ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി പോയിന്റ് ഇൻസൈഡ് ആൻഡ് ഓൺ ദ സർഫസ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 0 ആണ്. കാരണം ഈ സ്പിയറിന്റെ ഉള്ളിലുള്ള ഏത് പോയിന്റിലുള്ള പൊട്ടൻഷ്യലും സർഫസിലുള്ള പൊട്ടൻഷ്യലും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഗ്രാഫ് വരക്കാൻ ചോദിക്കും, ഗ്രാഫ് ചോദിക്കാം. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് R is equal to 0. That means at the center, this is R is equal to what? Capital R. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്. എന്താണ്? ഉള്ളിലുള്ള ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ എന്തിന് തുല്യമാണ്? സർഫസിലുള്ള പൊട്ടൻഷ്യൽ തുല്യമാണ്. സോ ദിസ് ഈസ് ദ സർഫസ് പോയിന്റ്. അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ഉള്ളിലുള്ള എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? R. നോക്കൂ, ഇവിടെയുള്ള കേസിൽ ഇത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. So this is outside point, the potential is inversely proportional to R. So this is the graph. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു -5 കൂളോം ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയാണ്? 100 ജൂൾ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 100 ജൂൾ ആണ്. കൂടാതെ കൊണ്ടുപോകുന്ന ചാർജ് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് -5 കൂളോം ആണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് എന്നാണ്, അല്ലേ? ഡിവൈഡ് ബൈ ഏത് ചാർജാണ് കൊണ്ടുവരുന്നത് അതിനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ആക്ച്വലി ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് എന്നാണ് ഡെഫിനിഷൻ. ഇവിടെയുള്ള കേസിൽ Q ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. സോ ദ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ W ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P ഡിവൈഡ് ബൈ ദ ചാർജ്, ഓക്കെ, ബ്രിങ്ങിങ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് എത്രയാണ്? 5. സോ ദ ആൻസർ ഈസ് വാട്ട്? -20 വോൾട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. അടുത്തത്, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഏതൊരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ V ഈക്വൽ ടു 4x² എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? എക്സ് കോർഡിനേറ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? മാറുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
പൊട്ടൻഷ്യൽ വന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ വി ഹാവ് ദ relation between electric field and electric potential, that is electric field is given by minus dV by dr into n cap. This is called a negative gradient of potential. Okay, so ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഈ നെഗറ്റീവ് സൈൻ എന്തിനാ കാണിക്കുന്നത്? നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ കുറയുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് തരുന്നു, ഇവിടെ ഒരു പോയിന്റ് തരുന്നു, ഇവിടെ ഒരു പോയിന്റ് തരുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് കൂടുതൽ കുറവ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് VA, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് VB. ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ കുറയുന്നു. അതാണ് ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹിയർ VA ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? VB. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇവിടെയുള്ള കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെയുള്ള കേസിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E ഈസ് ഈക്വൽ ടു മൈനസ് dV ബൈ, ഇവിടെ എക്സിനനുസരിച്ചാണ് മാറുന്നത്, സോ മൈനസ് dV ബൈ dx ഇൻറ്റു എന്ത് എഴുതാം? I ക്യാപ്പ് എന്ന് എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് d ബൈ dx ഓഫ് വാട്ട് ഈസ് V there? V ഈസ് വാട്ട്? 4x സ്ക്വയർ ഇൻറ്റു വാട്ട്? I ക്യാപ്പ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മൈനസ് 8x I ക്യാപ്പ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് 1, 0, 2. ഈ ഒരു പോയിന്റിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, y എത്രയാണ്? 0 ആണ്. z എത്രയാണ്? 2 ആണ്. പക്ഷെ ഇവിടെയുള്ള കേസിൽ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് മൈനസ് 8 ഇൻറ്റു എക്സിന്റെ വാല്യൂ 1 ആണ് ഇൻറ്റു I ക്യാപ്പ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് 8 I ക്യാപ്പ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ദ വാല്യൂ ഈസ് 8 വോൾട്ട് പെർ മീറ്റർ along നെഗറ്റീവ് എക്സ് ആക്സിസ്. മനസ്സിലായല്ലോ? സോ ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു ചാർജ്ഡ് ബോഡി ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണിത്. ഓക്കെ, അവിടെ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഒന്ന് A ആണ്, അടുത്തത് B ആണ്. ആ 2 പോയിന്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 ആണ്. A എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് EA ആണ്. B എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് EB ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് ഓക്കെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്താണ് നിങ്ങൾ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചത് ഇതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എവിടെയാണോ അടുത്തടുത്തുള്ളത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. വിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിട്ട് നിൽക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് വളരെ കുറവായിരിക്കും. ശരിയല്ലേ? ഓക്കെ, സോ വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസർ, ഓക്കെ, there the electric field is higher, or that is a strong field. Okay, where the electric field lines are far apart, there the electric field is less, or it is a weak region. അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കൂടുതൽ? A എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് B ഉള്ള പോയിന്റിനേക്കാൾ കൂടുതലാണ്. കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്താണ്? ക്രൗഡഡ് ആണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഫാർ അപ്പാർട്ട് ആണ്. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൃത്യമായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 2 പ്ലേറ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അതുപോലെ അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഇത് ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും, അടുത്ത പ്ലേറ്റ് എന്തായിരിക്കും? ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിന് നെഗറ്റീവ് പ്ലേറ്റിലേക്കായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അതുപോലെ ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ D ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ്? V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D എന്നാണ് ഇക്വേഷൻ. V ഈക്വൽ ടു E ഇൻറ്റു D. ഇവിടെയുള്ള കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു
വി ഡിവൈഡ് ബൈ ഡി എന്ന് എഴുതാം. വാട്ട് ഈസ് വി ദർ? 10 വോൾട്ട് ആണ്. വാട്ട് ഈസ് ഡി ദർ? 2 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 2 into 10⁻². ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 500 ന്യൂട്ടൺ പെർ കൂളോം ആയിരിക്കും. സോ ദിസ് ഈസ് ദ ആൻസർ. സോ സെക്കൻഡ് ഓപ്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം അവിടെ ഫീൽഡ് ലൈൻസ് എന്താണ്? പാരലൽ ആണ്. സോ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും? പരസ്പരം പാരലൽ ആയിരിക്കും. ഇവിടെയുള്ള കേസിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഒന്ന് പി, അടുത്തത് ക്യൂ, അടുത്തത് എസ്, അടുത്തത് ആർ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏത് 2 പോയിന്റിലാണ് പൊട്ടൻഷ്യൽ ഈക്വൽ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾ എന്താ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = -dV/dr × n cap ആണെന്ന് പഠിച്ചു. കൂടാതെ ഈ നെഗറ്റീവ് സൈഡ് എന്തിനാണ് കാണിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ VP ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ VQ ആണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ കുറയണം. സോ വി ക്യാൻ സേ ദാറ്റ് VP ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? VQ ആണെന്ന് പറയാം. ശരിയല്ലേ? കൂടാതെ ഇവിടെ ഒരു ലൈന് കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ലൈന് കാണിച്ചിട്ടുണ്ടോ? ഈ ലൈൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അടുത്ത ഒരു പോയിന്റ് ഉപയോഗിക്കുന്നത് എന്താണ്? ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നിങ്ങൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ദ സർഫസ് ഓൺ വിച്ച് പൊട്ടൻഷ്യലി സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. അതായത് സർഫസിൽ എല്ലാ പോയിന്റ്സിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിന് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ലൈനാണ്. ആ ലൈനിൽ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, കൂടാതെ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എല്ലായ്പ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതൊരു ലൈനാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഓക്കെ, അത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ മുകളിൽ ഏത് പോയിന്റ് എടുത്താലും ശരി ആ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ at the point S and potential at the point R are what? Same. So here the answer is what? S and R. അപ്പോൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക എന്തൊക്കെ? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു അൺചാർജ്ഡ് മെറ്റൽ സ്പിയർ ആണ്. അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? 2 ചാർജ് പ്ലേറ്റിനിടയിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരിയായ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതും ഏതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും എന്താണ്? ഒരു കണ്ടക്ടറിന്റെ സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ always perpendicular to the surface of the conductor. അതായത് കണ്ടക്ടറിന്റെ സർഫസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് never pass through the conductor. കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ എന്ത് പാസ് ചെയ്യില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക ഒന്നാമത്തെ ഓപ്ഷനിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ? അല്ല, അതുകൊണ്ട് ഇതല്ല. ഇവിടെയുള്ള കേസിലോ ഉള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതല്ല. ഓക്കെ, ഇനി ഈ കേസിലോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളിലൂടെ പാസ് ചെയ്യുന്നില്ല. കൂടാതെ നിങ്ങൾ നോക്കൂ, എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 3 ഈക്വൽ ചാർജുകളാണ്. ആ ചാർജുകൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? കോർണേഴ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സെന്ററിൽ, ആ ട്രയാങ്കിളിന്റെ സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെയുള്ള കേസിൽ ഈ 3 ചാർജും എന്താണ്? ഈക്വൽ ചാർജ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണെന്ന് വിചാരിക്കൂ.
ഇതാണ് സെന്റർ. ഓക്കെ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് സൈഡ് ലെങ്ത് എല്ലാത്തിന്റെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം അല്ലെ 3 ചാർജിന്റെ കേസിൽ എന്താണ് സെയിം ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, E is equal to 1/4 pi epsilon 0 Q divided by എന്താണ് R square ആണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അല്ലേ? ഇവിടെയുള്ള കേസിൽ ചാർജുകൾ എല്ലാം സെയിം ആണ്, അതുപോലെ ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരവും സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയുള്ള കേസിൽ എന്താണ് സെയിം ആണ് ഫോർ ഫോർ ദ 3 ചാർജസ് അറ്റ് ദ പോയിന്റ് O എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഈ ഒന്നാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണ്, പക്ഷെ അത് എങ്ങോട്ടേക്കായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ടേക്കാണ് അതിന്റെ ഡയറക്ഷൻ. അതുപോലെ ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെ? E തന്നെയാണ്. ഈ ചാർജ് ഉണ്ടാക്കുന്നത് എത്ര തന്നെയാണ്? E തന്നെയാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ 3 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇങ്ങനെയാണ് 3 ഇലക്ട്രിക് ഫീൽഡ്, 3 ഈക്വൽ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയും? ഈ 2 ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയിലുള്ള ആംഗിൾ നോക്കുക. ഈ 2 ഇലക്ട്രിക് ഫീൽഡിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്, ശരിയല്ലേ? ഓക്കെ, കൂടാതെ ഈ 2 ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ് ഡയറക്ഷൻ, നേരെ മുകളിലേക്കാണ്. ഇനി നിങ്ങളത് കണ്ടുപിടിക്കുക. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഈ 2ന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്? നിങ്ങൾക്കറിയാം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എന്താണ്? E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2E1 E2 എന്ത് എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷനിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ E1 E2 E ആണ്, തീറ്റയുടെ സ്ഥാനത്ത് 120 ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? E ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നെയാണ്? E തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ് ഇത്. ഓക്കെ, ഈ റിസൾട്ടന്റും ഈ മൂന്നാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ O? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ എത്രയാണ്? 0 ആണെന്ന് മനസ്സിലായി. ഇനി അതുപോലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. എങ്ങനെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to 1/4 pi epsilon 0 Q divided by R ആണ്. ഈ കേസിൽ Qവും സെയിം ആണ്, Rവും സെയിം ആണ് എന്ന് പറഞ്ഞാൽ V is what? സെയിം ഫോർ ഓൾ ദ 3 ചാർജസ് അറ്റ് വാട്ട്? O അല്ലെ? ഓയിൽ ഈ 3 ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. പക്ഷേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് O എന്ന് പറയുമ്പോൾ ഈ 3 ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്, രണ്ടാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്, മൂന്നാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3V അല്ലേ? V എന്ന് പറയുന്നത് എത്രയാണ്? 1/4 pi epsilon 0 Q by R ആണ്. ദാറ്റ് ഈസ് വാട്ട്? 3Q divided by 4 pi epsilon 0 R എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെന്തല്ല? 0 അല്ല. സോ ദ ആൻസർ ഈസ് വാട്ട്? പൊട്ടൻഷ്യൽ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വാട്ട്? 0. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാണ്. ഒരു പാർട്ടിക്കിൾ, അതിന്റെ ചാർജ് Q ആണ്, അതിന്റെ മാസ് M ആണ്. അത് എന്തിലൂടെ ട്രാവൽ ചെയ്യുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്തൂടെ എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. ആൻഡ് ഈ സ്റ്റാർട്ടിംഗ് ഫ്രം വാട്ട്? റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റം എത്രയാണെന്ന ചോദ്യം. ഈ കേസിൽ നിങ്ങൾക്ക് ചാർജ് തന്നിട്ടുണ്ട് Q ആണ്, മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? M ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് എത്രയാണ്? V ആണ്. ഓക്കെ, മൊമെന്റം ആണ് കാണുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്, ശരിയല്ലേ? അപ്പൊ ഫൈനൽ മൊമെന്റം ആണ് കാണുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു ചാർജ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ എന്ത് ചെയ്യപ്പെടും? ഒരു വർക്ക് ചെയ്യപ്പെടും എന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V അല്ലെ? ഇവിടെയുള്ള കേസിൽ Q ഇൻറ്റു V എന്ന് വരും. ഇതാണ് ഇവിടെയുള്ള വർക്ക്. ഈ വർക്ക് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, ശരിയല്ലേ? നോട്ട് ആക്ച്വലി ദ കൈനറ്റിക് എനർജി, ഇറ്റ് ഈസ് ആക്ച്വലി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഡെൽറ്റ K ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? QV എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വാട്ട്? QV. ഇവിടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. കാരണം ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. സോ വി ഗോട്ട് ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P² ഡിവൈഡ് ബൈ 2m ആണ്. സോ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം സ്ക്വയർ ഡിവൈഡ് ബൈ 2m. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫൈനൽ മൊമെന്റം? ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2m ഇൻറ്റു ഫൈനൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2m ഇൻറ്റു ഫൈനൽ കൈനറ്റിക് എനർജി. നമുക്ക് എത്ര കിട്ടിയത്? QV എന്നാണ് കിട്ടിയത്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെല്ല് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സ്പെറിക്കൽ ഷെൽ
അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കൂടാതെ 5 സെൻറ്റിമീറ്റർ ദൂരെയുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വി ആണ്. അതായത് സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ദൂരത്ത്, അതായത് ആർ ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ഇത്രയും ദൂരത്തുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എത്രയാണ്? വി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ദൂരത്തായിട്ട്? 15 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട്, സെൻറ്ററിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ദൂരത്തായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 എത്രയാണ്? Q ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ആണ്. ശരിയല്ലേ? ഓക്കെ, ഇത് എത്രയാണെന്നാണ് പറഞ്ഞത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? വി ആണ്. ഇത് നിങ്ങൾക്ക് വി ആണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് Q ഡിവൈഡ് ബൈ 4πε0? Q ഡിവൈഡ് ബൈ 4πε0 എന്ന് പറയുമ്പോൾ V ഇൻറ്റു ആർ ആണ്. ശരിയല്ലേ? V ഇൻറ്റു ആർ ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എവിടെയുള്ളതാണ്? 15 സെൻറ്റിമീറ്റർ ദൂരെയുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുക. വി ഡാഷാണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് പോയിന്റ് ആണ്. സോ at any point outside the potential is given by 1/4πε0 എന്താ വരിക? Q ഡിവൈഡ് ബൈ സ്മോൾ ആർ എന്ന് വരിക. അവിടെ Q ഡിവൈഡ് ബൈ 4πε0 എന്ന് പറയുന്നത് V ഇൻറ്റു ആർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ആർ ഡിവൈഡ് ബൈ സ്മോൾ ആർ. ശരിയല്ലേ? ദാറ്റ് മീൻസ് V എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? V തന്നെയാണ്. ആർ എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ ആണ്. സോ 10 ഇൻറ്റു 10⁻². ഇത് എത്രയാണ് തന്നിരിക്കുന്നത്? സ്മോൾ ആർ തന്നിട്ട് 15 സെൻറ്റിമീറ്റർ ആണ്. 15 ഇൻറ്റു 10⁻². ഇത് ക്യാൻസൽ ചെയ്തു. സോ ദ ആൻസർ ഈസ് വാട്ട്? 2V ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ, 2V ബൈ 3. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: when a negative charge is released and moves in an electric field, it moves towards the position of. അതായത് ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു നെഗറ്റീവ് ചാർജിനെ നമ്മൾ റിലീസ് ചെയ്തു. ഇതൊരു നെഗറ്റീവ് ചാർജാണ്. ഇത് റിലീസ് ചെയ്തു. ഇത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് പൊട്ടൻഷ്യൽ. എന്ന് പറഞ്ഞാൽ ഇത് ഹയർ പൊട്ടൻഷ്യലാണ് അല്ലേ? ഇത് ഹയർ പൊട്ടൻഷ്യലാണ്. ഇതെന്താണ്? ലോവർ പൊട്ടൻഷ്യലാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇത് ഹയർ, ഇത് ലോവർ. ഇലക്ട്രിക് ഇവിടെ വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ചാൽ അതിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. നെഗറ്റീവ് ചാർജിന്റെ മുകളിലുള്ള ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അല്ലേ? അതുകൊണ്ട് അത് എങ്ങോട്ടേക്ക് ആക്സലറേറ്റ് ചെയ്യപ്പെടും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ശരിയല്ലേ? നേരെ മറിച്ച് നിങ്ങളൊരു പോസിറ്റീവ് ചാർജാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടേക്ക് ആക്സലറേറ്റ് ചെയ്യുക? ആക്സലറേറ്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് സിമിലർ ആയിട്ടുള്ള സ്പെറിക്കൽ ഷെല്ല് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സ്പെറിക്കൽ ഷെല്ലിന്റെ ചാർജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നിലുള്ള ചാർജ് Q1 ആണെന്ന് വിചാരിക്കും. അത് എത്രയാണ്? 40 മൈക്രോ കൂളം ആണ്. ദാറ്റ് ഈസ് 40 ഇൻറ്റു 10⁻⁻6 കൂളം. രണ്ടാമത്തെ സ്പിയറിലുള്ള ചാർജ് എത്രയാണ്? -20 മൈക്രോ കൂളം ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു 10⁻⁻6 കൂളം. ഓക്കെ, രണ്ടും എന്താണ്? സിമിലർ കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽസ് ആണ്. ഓക്കെ, ഇനി അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുക ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുന്നു? ഈ രണ്ടിനെയും കൂടി ടച്ച് ചെയ്യുന്നു. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. നമുക്കറിയാം അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ചാർജിന്റെ ഷെയറിങ് നടക്കും അല്ലേ? അപ്പോൾ എന്ത് നടക്കും എന്ന് പറയാം? ഷെയറിങ് ഓഫ് ചാർജ് ടേക്സ് പ്ലേസ് അല്ലേ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഷെയറിങ് ഓഫ് ചാർജ് ടേക്സ് പ്ലേസ്. ഓക്കെ, ഇനി എത്ര നേരം ഷെയറിങ് നടക്കും? അപ്പോൾ നിങ്ങൾക്ക് പറയാം ഷെയറിങ് ടേക്സ് പ്ലേസ് എത്ര വരെ? until both attains എന്ത്? സെയിം പൊട്ടൻഷ്യൽ. രണ്ടിന്റെ എന്ത് സെയിം ആവുന്നത് വരെ? പൊട്ടൻഷ്യൽ സെയിം ആവുന്നത് വരെയാണ് ചാർജ് എന്ത് ചെയ്യപ്പെടുന്നത്? ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ,
പക്ഷേ ഇവിടെയുള്ള കേസിൽ രണ്ടിൻ്റെയും എന്ത് സെയിം ആയതുകൊണ്ട്, ഐഡന്റിക്കൽ സ്പിയർ ആയതുകൊണ്ട്, ഓക്കെ, സോ ഹിയർ the spheres are what? Identical. Okay, spheres are identical. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം രണ്ടിലും എത്രയാവുന്നത് വരെ ചാർജ് ഷെയർ ചെയ്യും, ചാർജ് ഈക്വൽ ആവുന്നത് വരെ എന്ന് പറയാം. സോ ഹിയർ ദ സ്പിയേഴ്സ് ആർ ഐഡന്റിക്കൽ, സോ sharing takes place, sharing occurs when both attains what? Same charge. ഇത് ഏത് കേസിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? എങ്ങനെയുള്ള കേസിൽ? ഐഡന്റിക്കൽ സ്പിയറിന്റെ കേസിൽ മാത്രമേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സമയത്തും പോസിബിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? ഇതാണ്, സെയിം പൊട്ടൻഷ്യൽ ആവുക. ഇവിടെയുള്ള കേസിൽ സിമിലർ കണ്ടക്ടിങ് സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടിന്റെയും ചാർജ് ഈക്വൽ ആവുന്നതുവരെ എന്ന് പറയാം. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ചാർജ് ക്യൂ ആണ്, ഇതിൻ്റെ അകത്തുള്ള ചാർജ് ക്യൂ ആണ്. ഓക്കെ, കൂടാതെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതാണ് എന്താണ്? ചാർജ് എന്താണ്? കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഈ പ്രോസസ്സിൽ എന്താണ്? ചാർജ് എന്താണ്? കൺസേർവ്ഡ് ആണ്. സോ വി ആർ യൂസിങ് വാട്ട്? കൺസർവേഷൻ ഓഫ് ചാർജസ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്? ടോട്ടൽ ചാർജ് ബിഫോർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആഫ്റ്റർ, Q plus Q, that is 2Q. അപ്പോൾ വാട്ട് ഈസ് ദ ചാർജ്? ദാറ്റ് ഈസ് Q1 plus Q2 ഡിവൈഡ് ബൈ എന്താ വരിക? 2 ആ വരിക. ഓക്കെ, Q1 എത്രയാണ്? 40 ആണ്. Q2 എത്രയാണ്? -20 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് എന്താ കിട്ടുക? 40 - 20, 20 ഡിവൈഡ് ബൈ 2, 10. അപ്പോൾ 10 ആണ് കിട്ടുക. 10 ഇൻറ്റു എന്ത് വരും? 10⁻⁻6 കൂളും. ഇതാണ് ഇപ്പോൾ ഈ രണ്ട് സ്പിയറിന്റെ മുകളിൽ ഉള്ളത് ആഫ്റ്റർ കോണ്ടാക്ട്. ഇനി വീണ്ടും എന്ത് ചെയ്തു? ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഫൈനൽ ഫോഴ്സിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? K Q1 Q2 ഡിവൈഡ് ബൈ R² ആണ്. ഓക്കെ, ഇനീഷ്യൽ ആയിട്ടുള്ളത്. ഫൈനൽ എന്ന് പറയുമ്പോൾ F ഡാഷ് ഈക്വൽ ടു K ഇൻറ്റു Q1 ഇൻറ്റു Q2 എന്ന് പറഞ്ഞാൽ Q² ഡിവൈഡ് ബൈ R² ആണ്. ഇതിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇനീഷ്യൽ ഡിവൈഡ് ബൈ ഫൈനൽ, F ഡിവൈഡ് ബൈ F ഡാഷ് ഈസ് ഈക്വൽ ടു കെയും കെയും ക്യാൻസൽ ചെയ്തു, R² ക്യാൻസൽ ചെയ്തു. അപ്പം കിട്ടുന്ന ആൻസർ എത്രയാണ്? Q1 Q2 ഡിവൈഡ് ബൈ Q² എന്നാണ് കിട്ടുന്നത് അല്ലേ? Q1 ഇൻറ്റു Q2 എന്ന് പറയുമ്പോൾ എത്രയായിട്ട്? Q1 40 ആണ്, Q2 20 ആണ്. സോ 800 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10⁻⁻6 10⁻⁻12 ഡിവൈഡ് ബൈ Q² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. ദാറ്റ് മീൻസ് വാട്ട്? 100 ഇൻറ്റു 10⁻⁻6ന്റെ സ്ക്വയർ 10⁻⁻12. സോ യു വിൽ ഗെറ്റ് F ഡിവൈഡ് ബൈ F ഡാഷ് ഈസ് ഈക്വൽ ടു 8:1. മനസ്സിലായല്ലോ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ പോയിന്റുകളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാണ്. ഇഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇന്നർ മെറ്റൽ സ്പിയർ ഈസ് വാട്ട്? 10 volt ആൻഡ് ഔട്ടർ ഷെൽ ഈസ് വാട്ട്? 5 volt. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ? നിങ്ങൾ തന്നിരിക്കുന്നത് ഇന്നർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ ആണ്. അത് എത്രയാണ്? ഞാൻ എടുക്കുന്നത് VA ഈസ് ഈക്വൽ ടു 10 volt എന്ന് എടുക്കുന്നു. ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? VB ആണ്. അത് എത്രയാണ്? 5 volt ആണ്. അങ്ങനെയാണെങ്കിൽ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന ചോദ്യം. നമുക്ക് പറയാം സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. സെന്ററിലുള്ള ഒരു പോയിന്റ് ആണിത്. ഓക്കെ, ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഓക്കെ, ആ പോയിന്റിൽ ഈ ഒരു സ്പിയർ, അതായത് ഇന്നർ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന്റെയും ഔട്ടർ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന്റെയും സം ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സെന്റർ പോയിന്റിൽ ഇന്നർ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ സർഫസ് പൊട്ടൻഷ്യൽ ആണ്. അത് VA ആണ്. സോ ദാറ്റ് ഈസ് VA പ്ലസ്, ഓക്കെ, ഔട്ടർ സ്പിയർ ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ്. ശരിയല്ലേ? അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എത്രയാണ്? VB ആണ്. സോ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സെന്റർ ഈസ് 10 + 5. സോ ദ ആൻസർ ഈസ് വാട്ട്? 15 volt. ഓക്കെ, നെക്സ്റ്റ് വൺ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 coulomb charge is placed in a uniform electric field and it experiences a force of what? 3000 Newton. നിങ്ങൾക്ക് ചാർജ് തന്നിട്ടുണ്ട് 3 coulomb ആണ്. അതുപോലെ അതിന്റെ മുകളിലുള്ള ഫോഴ്സ് തന്നിട്ട് എത്രയാണ്? 3000 Newton ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points separated by a distance of 1 centimeter? അങ്ങനെയാണെങ്കിൽ 2 പോയിന്റുകൾ ഉണ്ട്. ആ 2 പോയിന്റുകളുടെ ദൂരം 1 centimeter ആണ്. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലുള്ള ഫോഴ്സ് അല്ലേ തന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് F = QE.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ആ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ആ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? F ഡിവൈഡ് ബൈ Q ആണ്. ദാറ്റ് ഈസ് 3000 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് വാട്ട്? 1000 വോൾട്ട് പെർ മീറ്റർ. ഇതാണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റുകൾ, ഒന്ന് എയും ഒന്ന് ബിയും, ഇത് ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള എന്താണ് ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ്. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? വി ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഇൻറ്റു ഡി ആണ്. ശരിയല്ലേ? സോ വി ഈസ് ഈക്വൽ ടു ഇ എത്രയാണ്? 1000 ആണ്. ഡി എത്രയാണ്? 1 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 1 ഇൻറ്റു 10⁻² മീറ്റർ. സോ ദ ആൻസർ ഈസ് വാട്ട്? 10 വോൾട്ട്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. അതുപോലെ അതിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദീസ് ടു ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയുള്ള കേസിൽ നമുക്കറിയാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സർഫസ് ഇൻ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് നമുക്കറിയാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ്. ആ സർഫസിൽ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ദിസ് വൺ. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നിരിക്കുന്നത് ഒരു ന്യൂട്രൽ സ്ഫെറിക്കൽ മെറ്റാലിക് ഒബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ് തന്നിരിക്കുന്നത്. അത് എ ആണ്. അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് നിയർ എ ഫൈനൈറ്റ് മെറ്റൽ പ്ലേറ്റ് ബി. വേറൊരു മെറ്റൽ പ്ലേറ്റിനടുത്താണ് വെച്ചിരിക്കുന്നത്. ആ മെറ്റൽ പ്ലേറ്റിന്റെ ചാർജ് എത്രയാണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ്, അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് മുകളിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എങ്ങോട്ടേക്കാണെന്നാ ചോദ്യം. എങ്ങോട്ടേക്കാണ്? ഇത് എ എന്ന് പറയുന്ന ഒരു സ്പിയർ ആണ്. ഓക്കെ, അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ മെറ്റൽ പ്ലേറ്റിന് കൊടുത്തിരിക്കുന്ന ചാർജ് ക്യൂ ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ ചാർജ് എന്ത് ചെയ്യും? ഇതിന്റെ മുകളിൽ യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യപ്പെടും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നമുക്കറിയാം ഈ ചാർജ് ഇതിന്റെ മുകളിൽ യൂണിഫോം ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതെന്തുണ്ടാക്കും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയല്ലേ? ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡാണ് ആടി വെച്ചിരിക്കുന്നത്, ഈ മെറ്റൽ സ്പിയർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കും? ഇൻഡക്ഷൻ നടക്കും. എന്ത് നടക്കും? ഇൻഡക്ഷൻ. അങ്ങനെ ഇൻഡക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഈ പോസിറ്റീവ് ചാർജിന് അടുത്തുള്ള സൈഡിൽ എന്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. കൂടാതെ ഫാർദർ സൈഡിൽ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? ഇനി ഈ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് F2. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഈ പോസിറ്റീവ് പ്ലേറ്റിന് അടുത്താണ് ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത്. ഡിസ്റ്റൻസ് കുറവാണ്. നമുക്കറിയാം ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അല്ലേ? ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇതിനടുത്താണ്, അതുകൊണ്ട് ഫോഴ്സ് കൂടുതലായിരിക്കും. പോസിറ്റീവ് ചാർജ് ദൂരെയാണ്, അതുകൊണ്ട് ഫോഴ്സ് കുറവായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം F1 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? F2. ശരിയല്ലേ? അതുകൊണ്ട് നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിഗർ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അല്ലേ? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗർ മൈനസ് സ്മോളർ ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ പ്ലേറ്റ്. സോ ദ ആൻസർ ഈസ് ടുവേർഡ്സ് ദ പ്ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു ബോഡി. ഓക്കെ, അത് ഏതിനടുത്തോട്ടേക്ക് കൊണ്ടുവരുന്നു? ഒരു ന്യൂട്രൽ ബ്രാസ് സ്പിയറിനടുത്തോട്ടേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ബ്രാസ് സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന ചോദ്യം. ഇതിന്റെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു കണ്ടക്ടിങ് സ്പിയർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ബോഡി കൊണ്ടുവന്നാൽ ഇവിടെ എന്ത് ചെയ്യും? ഇൻഡക്ഷൻ നടക്കും. ഇവിടെ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അല്ലെ? ചാർജ് പോസിറ്റീവ് ചാർജിന് അടുത്ത് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഫാർദർ സൈഡിൽ എന്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ശരിയല്ലേ?
ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് മൈനസ് ക്യൂ ആണ്, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് പ്ലസ് ക്യൂ ആണ്. ഇഫ് ദ ചാർജ് ഓൺ ദിസ് ബോഡി ഈസ് പ്ലസ് ക്യൂ. ഇവിടെയുള്ളത് പ്ലസ് ക്യൂ ആണ്, ഇവിടെ മൈനസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെയുള്ള കേസിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ചാർജ് 0 ആണ്. ഈ ബോഡിയുടെ മുകളിലെ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ചാർജ് എത്രയാണ്, 0 ആണ്. അതുകൊണ്ട് ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ സ്വന്തം ചാർജ് കൊണ്ട്, അതായത് ബിയിലുള്ള സ്വന്തം ചാർജ് ഏതാണ്, ഇൻഡക്ഷൻ മുഖേന ഉണ്ടാവുന്ന ചാർജാണ് അല്ലേ. ആ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, 0 ആണ്. ഓക്കെ, 0 ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ പ്ലസ് അതിന് തൊട്ടടുത്തുള്ള ചാർജ്ഡ് ബോഡീസ് കാരണം അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അതിന്റെ മൊത്തം സമ്മാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബോഡിയുടെ, അതായത് ബി എന്ന് പറയുന്ന ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വന്തം ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ അത് എത്രയാണ്, 0 ആണ്. കാരണം അവിടെ ക്യൂ ഇൻഡ്യൂസ്ഡ് 0 ആയതുകൊണ്ട് മൊത്തം ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ 0 ആണ്. പക്ഷെ അതിന് തൊട്ടടുത്ത് എന്തുണ്ട്, ഈ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, സോറി, ഈ പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി ഉണ്ടല്ലോ. ആ ബോഡിയാണ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എന്ത് പൊട്ടൻഷ്യലാണ്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അതുകൊണ്ട് ബിയുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഓഫ് ദ ബോഡി ഈസ് വാട്ട്, പോസിറ്റീവ്. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ സ്വന്തം ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ പ്ലസ് സറൗണ്ടിങ് ചാർജ് ആണ് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അതിന്റെ മൊത്തം സമ്മാണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 ചാർജുകളാണ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, എ ബി എന്ന് പറയുന്ന 2 പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് പ്ലസ് ക്യൂ ആണ്, ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് മൈനസ് ക്യൂ ആണ്. ശരിയല്ലേ? ആ രണ്ടിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ നിങ്ങൾക്ക് തന്നിട്ട് എത്രയാണ്, 2L ആണ് സെപ്പറേഷൻ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് വാട്ട്, 2L. ശരിയല്ലേ? ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് പറഞ്ഞു. സി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം L ആയിരിക്കണം, സിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയായിരിക്കണം, L ആയിരിക്കണം. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് പ്ലസ് ക്യൂ along the semi circular arc CD. അതായത് CRD എന്ന് പറയുന്ന ഈ സെമി സർക്കുലർ ആർക്കിലൂടെ ഒരു പ്ലസ് ക്യൂ ചാർജിനെ കൊണ്ടുപോകാനായിട്ടുള്ള വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സെമി സർക്കുലർ ആർക്ക് ആയതുകൊണ്ട് ഇത് എന്തായിരിക്കണം, L തന്നെ ആയിരിക്കണം. കാരണം ദിസ് ഈസ് ദ റേഡിയസ്. ഇത് L ആയതുകൊണ്ട് ഇതും എന്തായിരിക്കണം, L തന്നെ ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ ഈ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ കൊണ്ടുപോകുന്ന ചാർജാണ്. ഇവിടെ ആരെയാണ് കൊണ്ടുപോകുന്നത്, ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ഇറ്റ് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇവിടെ കൊണ്ടുപോകുന്നത് സിയിൽ നിന്ന് ഡിയിലേക്കാണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഇനീഷ്യൽ പോയിന്റ് അല്ലേ. സി എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്. സോ ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഡി മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് സി. ഓക്കെ, അതായത് ഡിയിലുള്ള പൊട്ടൻഷ്യൽ വി ഡി ആണ്, സിയിലുള്ള പൊട്ടൻഷ്യൽ വി സി ആണ്. ഇനി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ അറ്റ് സി അറിയണം. ഓക്കെ, ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ പ്ലസ് ക്യൂ ചാർജും ഈ മൈനസ് ക്യൂ ചാർജും കൂടി ഉണ്ടാക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് അല്ലേ. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് 1/4πε0. ചാർജ് ക്യൂ ആണ്, എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്, L ആണ്. സോ ഇറ്റ് ഈസ് Q/L. ഓക്കെ, അടുത്തത് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ -1/4πε0 Q ഡിവൈഡഡ് ബൈ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം അത് എത്രയാണ്, അതും L ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ആരുണ്ടാക്കുന്നതാണ്, ഈ മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും ഉണ്ടാക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. സോ ഇറ്റ് ഈസ് 1/4πε0. ചാർജ് എത്ര തന്നെ, ക്യൂ തന്നെയാണ്. ഡിസ്റ്റൻസ് എത്രയാണ്, എയിൽ നിന്ന് ഡി വരെയുള്ള ദൂരമാണ് അല്ലേ. ഈ ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ ഇത് 2L ആണ്. ഇവിടുന്ന് ഇവിടത്തെ വരെയുള്ള ദൂരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വാട്ട്, 3L. ഓക്കെ, പ്ലസ് അടുത്തത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. സോ ഇറ്റ് ഈസ് -1/4πε0. ചാർജ് എത്ര തന്നെ, ക്യൂ തന്നെ. സെപ്പറേഷൻ എത്രയാണ്, ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരമാണ്, ദാറ്റ് ഈസ് വാട്ട്, L. സോ ഇറ്റ് ഈസ് L. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്, -2Q ഡിവൈഡഡ് ബൈ 12πε0 L എന്ന് കിട്ടും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ഡി ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 6πε0 L എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് എത്രയാണ്, പ്ലസ് ക്യൂ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹിയർ, ഒന്ന് വി ഡി എത്രയാണ്, -Q ഡിവൈഡഡ് ബൈ 6πε0 L മൈനസ് VC എത്രയാണ്, 0 ആണ്. സോ ദ ആൻസർ ഈസ് W ഈസ് ഈക്വൽ ടു -Q
Q into Q divided by 6 pi epsilon 0 L. So this is the answer. So this is a very, very important question. Okay, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് 3 പോയിന്റുകൾ തന്നിട്ടുണ്ട് എ ബി സി. ഓക്കെ, അത് വെച്ചിരിക്കുന്ന ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എവിടെയാണ് മാക്സിമം, എവിടെയാണ് മിനിമം എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെക്ടർ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലും അതേപോലെ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഈ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി ബി ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി സി ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി എ ആണെങ്കിൽ നമുക്ക് പറയാം ഏതാണ് ഏറ്റവും കൂടുതൽ? വി ബി ആണ് ഏറ്റവും കൂടുതൽ. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? വി സി ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? എ വരുന്നത്. സോ നമുക്ക് പറയാം ബിയിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ എയിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. മനസ്സിലായോ? സോ ഹിയർ ദ ആൻസർ ഈസ് വാട്ട്? The potential is maximum at the point B. Now the next one, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് സോൾഡ് സ്ഫിയർ ആണ്. അത് വെച്ചിരിക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇതിൽ ഏത് ഫീൽഡ് ലൈനാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ആൻസർ ചെയ്യാം? ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലേ? ഏത് പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും എന്താണ്? സ്പെറിക്കൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും കണ്ടക്ടിങ് സർഫസിന്, അതായത് ഒരു കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കൂടാതെ അത് ഏതിലൂടെ പോവില്ല? ആ സർഫസിന് ഉള്ളിലൂടെ കടന്നു പോവില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ ഇതായിരിക്കില്ല, കാരണം ഇത് പെർപെൻഡിക്കുലർ അല്ല. ഇതാവില്ല, കാരണം ഇവിടെ എന്തുണ്ട്? ഉള്ളിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഇതും ആവില്ല, കാരണം ഇവിടെയും ഉള്ളിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കേസ് നോക്കൂ, അത് എൻ്റർ ചെയ്യുന്നതും നോർമൽ ആയിട്ടാണ്, ലീവ് ചെയ്യുന്നതും എന്താണ്? നോർമൽ ആയിട്ടാണ്. സോ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? ദിസ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാണ്. 3 ചാർജുകൾ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ക്യൂ, സ്മോൾ ക്യൂ, വീണ്ടും ഒരു സ്മോൾ ക്യൂ. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അറ്റ് ദ വെർട്ടിസസ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് ട്രയാംഗിൾ. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഓഫ് ദ കോൺഫിഗറേഷൻ ഈസ് 0. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ക്യൂ ബൈ ക്യൂ? അതായത് ഇവിടെയുള്ള കേസിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ക്യൂ എത്രയാണെന്നാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ ഇതാണ്. ഫോർ എ 2 ചാർജ്ഡ് സിസ്റ്റം യു ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡ് ബൈ R ആണ്. അതായത് ഇതൊരു Q1 ചാർജ്, ഇവിടെ ഒരു Q2 ചാർജ്, അതിനിടയിലുള്ള സെപ്പറേഷൻ R ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, പക്ഷെ ഇവിടെയുള്ള കേസിൽ 2 അല്ല, 2ൽ കൂടുതൽ ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര പെയറുകൾ ഉണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ എത്ര പെയറുണ്ട്? ഇതും കൂടി ഒരു പെയറാണ്. ഓക്കെ, ഇത് രണ്ടും കൂടി ഒരു പെയർ. അതുപോലെ ഇതും കൂടി എന്താണ്? ഒരു പെയർ. അതുപോലെ ഇതും കൂടി, ഈ 2 സ്മോൾ ക്യൂ ചാർജുകൾ കൂടി ഒരു പെയറാണ്. അതുകൊണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4 pi epsilon 0. ഓക്കെ, ഇൻറ്റു, അത് കോമൺ ആയിട്ട് വരും, 3 ടേമിൽ വരും. ഓക്കെ, ആദ്യത്തെ പെയർ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ അതിനിടയിലുള്ള ദൂരം എ. അടുത്തത് വീണ്ടും സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ, അതിനിടയിലുള്ള ദൂരം എ. അടുത്തത് 2 സ്മോൾ ക്യൂ ചാർജുകളാണ്, അതുകൊണ്ട് Q² ഡിവൈഡ് ബൈ അതിൻ്റെ ഇടയിലുള്ള ദൂരം. ഇത് എയും ആണെങ്കിൽ ഇത് എത്രയാണ്? ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് √2 ടൈംസ് എ ആണ്. സോ ഇറ്റ് ഈസ് √2a എന്ന് വരും. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് എത്രയാണെന്നാണ് പറയുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കേസിൽ ഈ 1/4 pi epsilon 0യും എയും ഈ എയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള ക്യൂവും ഈ ക്യൂവും ഇവിടെയുള്ള ഒരു ക്യൂവും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ വി ഗെറ്റ് q by √2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 2q ഈസ് ഈക്വൽ ടു മൈനസ് q by √2 കിട്ടും. ശരിയല്ലേ? സോ വാട്ട് ഈസ് സ്മോൾ ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ക്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2√2. ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ബുള്ളറ്റ് ഓഫ് മാസ് 2 gram ഈസ് ഹാവിംഗ് എ ചാർജ് ഓഫ് 2 microcoulomb. ഓക്കെ,
through what potential difference must it be accelerated starting from rest to acquire a speed of 10 meter per second. അപ്പോൾ ഇവിടെയുള്ള കേസിൽ മാസ് തന്നിട്ടുണ്ട്. എത്രയാ മാസ്? 2 ഗ്രാം ആണ്. 2 × 10⁻³ കിലോഗ്രാം ആണ് മാസ്. അതുപോലെ അതിന്റെ ചാർജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 മൈക്രോ കൂളോം ആണ്. ദാറ്റ് ഈസ് 2 × 10⁻⁶ കൂളോം ആണ്. ഓക്കെ, ആൻഡ് it is starting from rest, so it is u equal to 0, and it acquires a speed of 10 meter per second. Okay, traveling through an accelerating potential എന്നാ പറയുന്നത്. അങ്ങനെ വെച്ചാൽ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അതിന്റെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം വെലോസിറ്റി മാറുക എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നത്? കാരണം ഈ ചാർജ് വെച്ചിരിക്കുന്നത് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യലിലാണ്. ഓക്കെ, പൊട്ടൻഷ്യലിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള റീജിയനിൽ ചാർജ് വെച്ചാൽ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യപ്പെടും. ആ വർക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻടു വി ആണ്. ശരിയല്ലേ? ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ വി അല്ലേ? ഇവിടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? 0 ആണ്. കാരണം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഹാഫ് mv² ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ക്യൂ ഇൻറ്റു വി എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വി ദർ? വി ഈസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 2q എന്ന് കിട്ടും. So mass is given as 2 × 10⁻³ and velocity is what? 10. So its square is what? 100 divided by 2 into what is the charge there? Charge is 2 microcoulomb. That is 2 × 10⁻⁶. അല്ലേ? ഇതും പോയി ഇവിടെ 50 വരും. So it is what? V is equal to 50 × 10⁻³ volt എന്ന് കിട്ടും. That is equal to 50 kilovolt. So this is that. കൃത്യമായി പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ലൈൻ ഓഫ് തിങ്കിങ് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു +q ചാർജ് ഇവിടെ വെച്ചിരിക്കുന്നു, ഒറിജിനിൽ വെച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് ദ ഒറിജിൻ. ഇവിടെ വെച്ചിരിക്കുന്ന ചാർജ് ഒരു +q ചാർജ് ആണ്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു -q ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എന്തിനെ കൊണ്ടുപോകുന്നു? ഒരു -q ചാർജിനെ കൊണ്ടുപോകുന്നു. ഓക്കെ, ഇനി ഇവിടെയുള്ള കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്, ക്വസ്റ്റ്യനിൽ മനസ്സിലാവും. അതുപോലെ ബിയിലേക്കുള്ള ദൂരവും എത്ര തന്നെയാണ്? എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള വർക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ കൊണ്ടുപോകുന്ന ചാർജ് ആണ് ഈ ക്യൂ എന്ന് പറയുന്നത്. ഇവിടെ ക്യൂവിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആരെയാണ്? ഏത് ചാർജിനാണ് കൊണ്ടുപോകുന്നത് അതിനെയാണ്. ഇവിടെ കൊണ്ടുപോകുന്ന ചാർജ് -q ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ മൈനസ് ഫൈനൽ. ഇത് ഇനീഷ്യൽ, കാരണം എയിൽ നിന്ന് ബിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ പൊട്ടൻഷ്യൽ ഓഫ് ദ പോയിന്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് ദ പോയിന്റ് എ ആണ്. ശരിയല്ലേ? ഇവിടെ എയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് നോക്കാം. എയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്? ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് ഈ +q ചാർജ്, ഈ ഒറിജിനിൽ വെച്ചിരിക്കുന്ന ചാർജ് ആണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് 1/4πε0 q ഡിവൈഡ് ബൈ ആ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? എ ആണ്. ശരിയല്ലേ? അതുപോലെ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 1/4πε0. ചാർജ് ഏത് തന്നെയാണ്? ഒറിജിനിൽ വെച്ചിരിക്കുന്ന ചാർജ് q തന്നെയാണ്. ഡിവൈഡ് ബൈ ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? എ ആണ്. അല്ലേ? ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പൊട്ടൻഷ്യൽ അറ്റ് എ ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ബി ആർ വാട്ട്? സെയിം. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 0 ആണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഹിയർ? 0. സോ സിമ്പിൾ. ഓക്കെ, അതിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് അതിന്റെ മെത്തേഡ്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, 24ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ തന്നിട്ടുണ്ട്. അതിൽ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് ഓഫ് ദ ഡൈപോൾ ഈസ് 16 × 10⁻⁹ കൂളോം മീറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.6 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. നമുക്കറിയാം ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഫ്രം ദ സെന്റർ ആണ്. ആൻഡ് മേക്സ് ആൻ ആംഗിൾ വാട്ട്? 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോയിന്റിലേക്ക് എന്താണ് ഡൈപോളിൽ നിന്നുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
നമുക്കറിയാം പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഗിവൺ ബൈ 1/4πε0 p cos theta divided by r square. Okay, so we can write this is equal to 9 into 10 raised to 9 into p എന്ന് പറയുന്നത് 16 into 10 raised to minus 9. Okay, into cos theta. Cos theta എന്ന് പറയുമ്പോൾ cos 60 ആണ്. cos 60 എത്രയാണ്? 1/2 divide by r square. r എന്ന് പറയുന്നത് 0.6 ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.36 എന്ന് വരും. ശരിയല്ലേ? സോ v is equal to ഇതും പോയ ഇവിടെ 8 വരും. സോ 9 into 8 72. 10 raised to 9 and 10 raised to minus 9 are cancelled. Divide by this is 36 into 10 raised to minus 2. ഇതും ക്യാൻസൽ ചെയ്താൽ 2 വരും. സോ ദ ആൻസർ ഈസ് വാട്ട്? 200 വോൾട്ട്. ഇവിടെ 200 വോൾട്ട് ആണ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കണം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 1/4πε0 p cos theta divided by r square. This is a very important equation. ഇനി ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ v equatorial is equal to ഇവിടെ തീറ്റ 90 ഡിഗ്രി എന്ന് കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് വാട്ട്? 0. ആൻഡ് വാട്ട് ഈസ് v axial? v axial എന്ന് പറയുമ്പോൾ തീറ്റ 0 ആണ്. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റു cos 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ഇറ്റ് ഈസ് p ഡിവൈഡ് ബൈ r സ്ക്വയർ. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ എടുക്കുന്ന സമയത്ത് ഇത് -q, ഇത് +q, ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ ലൈൻ ആണ്. ഓക്കെ, മനസ്സിലായോ? ആ ഇക്യൂ പൊട്ടൻഷ്യൽ ലൈനിൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, നിങ്ങൾ തന്നിരിക്കുന്നത് 4 ചാർജുകളാണ്. -q, ഓക്കെ, -small q, 2q, 2 capital Q. ഓക്കെ, അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈച്ച് ആർ പ്ലേസ്ഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. റിലേഷൻ ബിറ്റ്വീൻ q ആൻഡ് q ഫോർ വിച്ച് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ ഈസ് 0 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇങ്ങനൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ എല്ലാം സൈഡ് ലെങ്ത് a ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു ക്യാപിറ്റൽ Q തന്നിട്ടുണ്ട്, ഇവിടെ ഒരു -q തന്നിട്ടുണ്ട്, ഇവിടെ 2 small q തന്നിട്ടുണ്ട്, ഇവിടെ 2 capital Q തന്നിട്ടുണ്ട്. നിങ്ങളുടെ പറഞ്ഞത് ഈ സെന്ററിലുള്ള എന്ത് കണ്ടുപിടിക്കാനാണ്? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ആ പൊട്ടൻഷ്യൽ 0 ആവണമെങ്കിൽ ക്യാപിറ്റൽ Qയും സ്മോൾ Qയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ സ്ക്വയറിന്റെ കോർണറിൽ നിന്ന് സെന്ററിലേക്കുള്ള ദൂരം എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ 4 ചാർജുകളും പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. So you can say that potential at the point O is given by 1/4πε0. ഇത് എല്ലാ ടേമിലും കോമൺ ആണ്. ഓക്കെ, ശരിയല്ലേ? ഇൻറ്റു എന്ത് വരും? ഫസ്റ്റ് ചാർജ് ഇതാണ്. ഓക്കെ, ദൂരം എത്രയാണ്? r ആണ്. സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് -q/r. ഓക്കെ, അടുത്തത് ഏതാണ്? അടുത്തത് -q ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് വാട്ട്? -q ഡിവൈഡ് ബൈ r. അടുത്തത് ഏതാണ്? 2q ആണ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. സോ +2q ഡിവൈഡ് ബൈ r. അടുത്തത് ക്യാപിറ്റൽ 2q ആണ്. സോ ഇറ്റ് ഈസ് +2q ഡിവൈഡ് ബൈ r ഈക്വൽ ടു 0. കാരണം അത് എത്രയാണെന്ന് പറഞ്ഞിട്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1/4πε0യും അതേപോലെ ഈ ആറുകളും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. സോ ദ ആൻസർ ഈസ് -q -small q +2 small q +2 capital Q ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? -q minus capital Q plus 2q means q minus small q plus 2q is what? Plus q is equal to 0, which implies what? Q is equal to -q. ശരിയല്ലേ? So this is the answer. Okay, next one. A charge Q2 is at the center of a circular path with radius r. Okay, അതായത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു Q2 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് r ആണ്. നിങ്ങളോട് പറഞ്ഞത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ക്യാരിങ് എ ചാർജ് Q1. Q1 എന്ന് പറയുന്ന ചാർജ് എന്തിലൂടെ കൊണ്ടുപോകുന്നു? ഈ ഇക്യൂ പൊട്ടൻഷ്യൽ പാത്തിലൂടെ. വൺസ് അറൗണ്ട് ദ ഇക്യൂ പൊട്ടൻഷ്യൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ പാത്ത് എന്ത് പാത്താണ്? ഇക്യൂ പൊട്ടൻഷ്യൽ പാത്താണ്. കാരണം എന്തുകൊണ്ടാ? ദിസ് ചാർജ് ഈസ് അറ്റ് ദ സെന്റർ. അപ്പോൾ ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ പാത്താണ്. ഓക്കെ, ഈ ഇക്യൂ പൊട്ടൻഷ്യൽ പാത്തിലൂടെ ഒരു പ്രാവശ്യം ഈ ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് ചോദിച്ചത്.
നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ പാത്ത് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ് ഈസ് വാട്ട് 0. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ടുപോകണമെങ്കിൽ ശരി, ഇനി അതല്ല ഇവിടുന്ന് ഇവിടത്തെ വരെ കൊണ്ടുപോകണമെങ്കിൽ ശരി, ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ പാത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എന്താണ് ഡെൽറ്റ വി 0 ആണ്. സോ ദ വർക്ക് ഡൺ ഈസ് വാട്ട് 0. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വോൾട്ടേജ് ഓഫ് എ ക്ലൗഡ് ഈസ് 4 × 10⁶ വോൾട്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ക്ലൗഡിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജ് ഓഫ് ദ ക്ലൗഡ് എത്രയാണ്? 4 × 10⁶ വോൾട്ട് ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഗ്രൗണ്ടുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ 4 × 10⁶ ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഓഫ് ദ ഗ്രൗണ്ട് എത്രയാണ്? പൊട്ടൻഷ്യൽ ഓഫ് ദ ഗ്രൗണ്ട് ഈസ് 0. എർത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. 0 പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇൻ ദ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ലാസ്റ്റിംഗ് 100 millisecond എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ്നിങ് എത്ര നേരം നിലനിൽക്കുന്നു? 100 millisecond. മില്ലിസെക്കൻഡ് മീൻസ് 10⁻³ സെക്കൻഡ് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഓക്കെ, ആ സമയത്ത് അത് എന്ത് ചെയ്യുന്നു? ചാർജിനെ ഡെലിവർ ചെയ്യുന്നു. ഇവിടുന്ന് ക്ലൗഡിൽ നിന്ന് എർത്തിലേക്ക് ചാർജിനെ ഡെലിവർ ചെയ്യുന്നു. എത്ര ചാർജിനെ? 4 കൂളോം ചാർജിനെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലൈറ്റ്നിങ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇവിടുന്ന് ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സമയത്ത് എന്തിനെ സെൻഡ് ചെയ്യുന്നു? ചാർജിനെ സെൻഡ് ചെയ്യുന്നു. എവിടുന്ന്? ഈ ക്ലൗഡിൽ നിന്ന് എർത്തിലേക്ക്. ശരിയല്ലേ? അങ്ങനെ ക്ലൗഡിൽ നിന്ന് എർത്തിലേക്ക് ചാർജിനെ സെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ശരിയല്ലേ? കാരണം രണ്ട് പോയിന്റുകൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള രണ്ട് പോയിന്റുകൾ, അതിനിടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ചാർജിനെ സെൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. Q × ഡെൽറ്റ വി ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്. ദാറ്റ് ഈസ് Q ഡെൽറ്റ വി ഡിവൈഡ് ബൈ ടി എന്നെടുക്കാം. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ഇവിടെ ചാർജ് വന്നിരിക്കുന്നത് 4 ആണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 4 × 10⁶ എർത്തിൻ്റെത് 0 ആണ്. ദാറ്റ് ഈസ് വാട്ട് 4 × 10⁶ ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 100 millisecond. ദാറ്റ് ഈസ് 10⁻³ സോ ദ ആൻസർ ഈസ് വാട്ട് 16 ഇൻറ്റു എന്ത് വരും? 10⁻7 എന്ന് വരും. ദാറ്റ് ഈസ് 160 × 10⁻6 വാട്ട് എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 160 മെഗാവാട്ട്. ഓക്കെ, സോ മെഗാവാട്ട് ആണ് ആൻസർ. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പോയിന്റ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the variation of potential with distance r from a fixed point is shown in below. ഇവിടെ നിങ്ങൾക്ക് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ ഡിസ്റ്റൻസിനനുസരിച്ച് ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് r = 5 മീറ്റർ. ഇതാണ് 5 മീറ്റർ എന്ന് പറയുന്നത്. 5 മീറ്റർ ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക? ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ വേരിയേഷന്റെ ഗ്രാഫാണ് വിത്ത് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ ഈസ് ഈക്വൽ ടു -dV/dr × n ക്യാപ്. ഇതാണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ്. ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടെയുള്ള കേസ് നമുക്ക് E ഈസ് ഈക്വൽ എന്ത് എഴുതാം? -dV/dr എന്ന് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് വാട്ട് ഈസ് dV? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പം നമ്മളിവിടെ രണ്ട് പോയിന്റുകൾ എടുക്കുക. നമ്മളിവിടെ ഒരു രണ്ട് പോയിന്റുകൾ, ഒന്ന് ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഒന്ന് ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നോക്കുക. ഓക്കെ, ഇത് 4 മീറ്ററിലുള്ള പൊട്ടൻഷ്യലാണ്, ഇത് 6 മീറ്ററിലുള്ള പൊട്ടൻഷ്യലാണ്. ശരിയല്ലേ? dV എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ പോയിന്റ്, ദിസ് ഈസ് ദ ഇനീഷ്യൽ പോയിന്റ്. അപ്പോൾ ഇവിടെ ഫൈനൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് ഇനീഷ്യൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? അതായത് എത്രയാ? 5 ആണ്. ഡിവൈഡഡ് ബൈ ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 4ഉം ഇത് 6ഉം ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2 ആണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? പ്ലസ് 2.5 വോൾട്ട് പെർ മീറ്റർ. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, നിങ്ങൾ തന്നിരിക്കുന്നത് രണ്ട് മെറ്റൽ സ്പിയർ ആണ്. വൺ ഓഫ് ദ റേഡിയസ് r ആൻഡ് ദ അതർ ഓഫ് റേഡിയസ് എത്രയാണ്? 2r. റെസ്പെക്റ്റീവ്ലി ഹാവ് ദ സെയിം ചാർജ് ഡെൻസിറ്റി സിഗ്മ. ആർ brought in contact, they are brought in contact and separated. What will be the new surface charge densities എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മെറ്റൽ സ്പിയർ തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ റേഡിയസ് 6 ആണ്, അടുത്തതിൻ്റെ 2r ആണ്. ശരിയല്ലേ? അത് രണ്ടിൻ്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണ്? സിഗ്മയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുമ്പോൾ
ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്പിയറിലെ ചാർജ് Q1 ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു, ഓക്കെ, അതിൻ്റെ റേഡിയസ് r ആയതുകൊണ്ട് അത് സ്പിയർ ആണ്, സോ ഇറ്റ് ഈസ് 4πr² ആണ്. ശരിയല്ലേ? രണ്ടാമത്തെ സ്പിയറിലുള്ള ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു സർഫസ് ചാർജ് സിഗ്മ തന്നെ, ദാറ്റ് ഈസ് 4π ഇൻറ്റു എന്താ വരിക? 2r² എന്ന് വരും. ഇതാണ് Q1, ഇതാണ് Q2. ശരിയല്ലേ? ഓക്കെ, ഇനി രണ്ടിനെ എന്ത് ചെയ്തു? കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു. ശരിയല്ലേ? ഓക്കെ, ആഫ്റ്റർ കോണ്ടാക്ട് എന്താ സംഭവിക്കുക? ആഫ്റ്റർ കോണ്ടാക്ട് എന്താ സംഭവിക്കുക? ഒന്നിലുള്ള ചാർജ് Q1 ഡാഷ് ആയി മാറുന്നു, രണ്ടാമത്തിലുള്ള ചാർജ് Q2 ഡാഷ് ആയി മാറുന്നു. ശരിയല്ലേ? ഓക്കെ, രണ്ടും ഡിഫറൻറ്റ് എന്താണ്? രണ്ടും ഡിഫറൻറ്റ് റേഡിയസ് ഉള്ളതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ചാർജ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ രണ്ടിൻ്റെ എന്ത് സെയിം ആയിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സോ ബട്ട് ഹിയർ പൊട്ടൻഷ്യൽ ഈസ് വാട്ട് ഇസ് സെയിം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്പിയറിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ K ഇൻറ്റു Q1 ഡാഷ് ഡിവൈഡ് ബൈ R, അതിൻ്റെ റേഡിയസ് R ആണ്. രണ്ടാമത്തത് K ഇൻറ്റു Q2 ഡാഷ് ഡിവൈഡ് ബൈ എന്താ വരിക? 2R എന്ന് വരും. ശരിയല്ലേ? കെയും കെയും ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? Q1 ഡാഷ് ഈസ് ഈക്വൽ ടു Q2 ഡാഷ് ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് Q2 ഡാഷ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് വാട്ട്? Q1 ഡാഷ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? ബിഫോർ ചാർജിങ് രണ്ടിലുള്ള ചാർജ് അറിയാം, ആഫ്റ്റർ ചാർജിങ് രണ്ടിലുള്ള ചാർജ് അറിയാം. പക്ഷെ നമുക്കറിയാം ഈ പ്രോസസ്സിൽ എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് ചാർജ് നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ചാർജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആർ സെയിം എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു Q1 ഡാഷ് പ്ലസ് എന്തായിരിക്കും? Q2 ഡാഷ് ആയിരിക്കും. ശരിയല്ലേ? സോ വാട്ട് ഈസ് Q1 ദർ? Q1 ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4, ദാറ്റ് ഈസ് 4πr² സിഗ്മയാണ്. പ്ലസ് അടുത്തത് എത്രയാ? ദാറ്റ് ഈസ് 4 16 അല്ലേ? 16πr² സിഗ്മയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് Q1 ഡാഷ്? Q1 ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ Q1 ഡാഷ് ആയിട്ട് എടുക്കുന്നു. Q2 ഡാഷ് എത്രയാ? 2Q1 ഡാഷ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കേസിൽ ദിസ് ഈസ് Q1 ഡാഷ് പ്ലസ് 2Q1 ഡാഷ് എന്ന് എടുക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് വരുന്നത്? 20 അല്ലേ വരുന്നത്? സോ 20πr² സിഗ്മ ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 ടൈംസ് എന്ത് വരും? Q1 ഡാഷ് അല്ലേ? വാട്ട് ഈസ് Q1 ഡാഷ് ദർ? എന്താണ് Q1 ഡാഷ് എന്ന് പറയുന്നത്? സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് 3 ഇൻറ്റു വാട്ട് ഈസ് Q1 ഡാഷ്? അതിൻ്റെ കേസിലുള്ള പുതിയ ചാർജ് ആണ്. അപ്പോൾ ചാർജ് ഡെൻസിറ്റിയും മാറി. ആദ്യത്തെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, ഇപ്പോൾ ഉള്ള ചാർജ് ഡെൻസിറ്റി മാറി. അത് നിങ്ങൾ സിഗ്മ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചാർജ് എന്താ കിട്ടുക? ചാർജ് എന്ന് പറയുമ്പോൾ സിഗ്മ ഇൻറ്റു എ അല്ലേ? ദാറ്റ് ഈസ് സിഗ്മ 1 ഇൻറ്റു എ. സോ ഇറ്റ് ഈസ് സിഗ്മ 1 ഇൻറ്റു എ. വാട്ട് ഈസ് എ ദർ? അതിൻ്റെ ഏരിയ എത്രയാണ്? 4πr². ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 20πr² സിഗ്മ എന്ന് കിട്ടും. ശരിയല്ലേ? സോ വാട്ട് ഈസ് സിഗ്മ 1 ദർ? ഇത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് πr² ക്യാൻസൽ ചെയ്ത് 20 ഡിവൈഡ് ബൈ 4 5 വരും. സോ 5 സിഗ്മ ബൈ 3 വരും. സോ സിഗ്മ 1 ഈസ് ഈക്വൽ ടു 5 സിഗ്മ ബൈ 3 വരും. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് സിഗ്മ 2? അപ്പോൾ നമുക്കറിയാം Q2 ഡാഷ് ഈസ് ഈക്വൽ ടു 2Q1 ആണ്. ഈസ് Q2 എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു അതിൻ്റെ ഏരിയ ദാറ്റ് ഈസ് 4π ഇൻറ്റു 2r² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു Q1. Q1 എത്രയാ? അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ 1 ഇൻറ്റു അതിൻ്റെ ഏരിയ എത്രയാ വരിക? 4πr². സോ ഹിയർ 4π cancelled, r² cancelled. So here you got what? This is equal to 4 sigma 2 is equal to ഇവിടെ എന്താ കിട്ടുന്നത്? 2 into sigma 1 is what? 5 sigma divided by 3. That is sigma 2 is equal to എന്താ കിട്ടുക? That is 5 by 6 sigma എന്ന് കിട്ടും. So sigma 2 is what? 5 by 6 sigma. So this is the answer. Okay. Next one. A hollow conducting sphere is placed in a electric field produced by a point charge placed at P as shown in the figure. Let VA, VB, VC be the potentials at the point A, B and C respectively. Then which potential is greater എന്നാണ് ചോദ്യം, or smaller. ഇവിടെയുള്ള കേസിൽ ഇത് ഒരു ഹോളോ കണ്ടക്ടിങ് സ്പിയർ ആണ്. സോ ദിസ് ഈസ് എ കണ്ടക്ടിങ് സ്പിയർ. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് സ്പിയർ.
ഓക്കെ, ഇവിടെ നിങ്ങളൊരു പോയിന്റ് ചാർജ് വെച്ചിരിക്കുന്നു. ഈ പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് ആരുള്ളത്? ഈ സ്പിയർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പോയിന്റ് ചാർജ് ഈസ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് ഇലക്ട്രിക് ഫീൽഡാണ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, കാരണം അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? E is equal to 1/4πε0 Q divided by r square ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r square ആണ്. സോ ഇറ്റ് ഈസ് നോൺ യൂണിഫോം. ഇത് വെച്ചിരിക്കുന്ന ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷെ ഇവിടെ പ്രത്യേകതയുള്ള കേസ് എന്താണ്? ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് സ്പിയർ. എന്താണ് ഒരു കണ്ടക്ടറിന്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കണ്ടക്ടിങ് സർഫസ് ഈസ് ഓൾവേസ് an equipotential സർഫസ്. ഒരു കണ്ടക്ടിങ് സർഫസ് എന്താണ്? ഒരു equipotential സർഫസ് ആണ്. വെദർ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓർ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് ചാർജ്ഡ് ഓർ നോട്ട്. ഓക്കെ, അതിന്റെ സർഫസ് എല്ലപ്പോഴും എന്താണ്? ഒരു equipotential സർഫസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി. ശരിയല്ലേ? സോ ഇവിടെ ആൻസർ ഇതാ വരിക. ഇനി അതല്ല, ഇതിന്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെയും പൊട്ടൻഷ്യൽ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. മനസ്സിലായോ? കാരണം ഒരു കണ്ടക്ടറിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് തന്നെയാണ് ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇൻസൈഡിൽ ഏത് പോയിന്റ് എടുത്താലും ശരി, അത് എവിടെയുള്ള പൊട്ടൻഷ്യൽ എന്താണ്? സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക. ഇതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങളിത് ഒന്ന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കിയിട്ട് പഠിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന പോയിന്റ്സ് ഇല്ലേ, ആ പോയിന്റ്സ് NCERT വെച്ച് പഠിക്കുക. ഓക്കെ, NCERTയിൽ ആ ഹെഡിങ്ങിന് താഴെയുള്ളതും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. NCERTയിലെ ഈ ഓരോ ലൈനുകളും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ത് ചെയ്യും? നീറ്റിനും IITക്കും എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് അത് കൃത്യമായി പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് വെറുതെ നോക്കി പഠിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഓക്കെ NCERT നോക്കി പഠിക്കുക. അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. കൃത്യമായിട്ട് ഓക്കെ മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.